ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളത്ത് പരിശുദ്ധാത്മാവിനെതിരായ പാപമോ? പരിശുദ്ധാത്മാവിനെതിരായ പാപം മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഈശോ മിശിഹ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവ് കൊണ്ടല്ല, ദുഷ്ടാരൂപി കൊണ്ടാണ്, ബെൽസബൂൽ, പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞതിനെയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ട് കർത്താവ് വ്യാഖ്യാനിച്ചത്. തന്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധ റൂഹായുടെ സഹായത്താലല്ല, പരിശുദ്ധ റൂഹായുടെ ശക്തിയാലല്ല, ബെൽസബൂൽ എന്ന് പറഞ്ഞ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഈ മനുഷ്യപുത്രനെതിരെ പാപം ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. പക്ഷെ ഇത് വ്യാഖ്യാനം ഒരുപാട് ആവശ്യമുള്ള ഒരു തിരുവചനമാണ്. കത്തോലിക്ക സഭ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ 6 പാപങ്ങളാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് ഇതാണ്. ഈ 6 പറഞ്ഞിട്ട് അതിലൊന്ന് നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾ കാറ്റഗിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സത്യം ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. സത്യം ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഇഹലോകത്തും പരലോകത്തും മാപ്പ് കിട്ടാത്ത പാപം. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ? ഇത് ശരിക്കും ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു മതാധ്യാപകൻ, അദ്ദേഹം പാരിഷ് കൗൺസിൽ അംഗവുമാണ്. അപ്പോൾ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാനായിട്ട് സമ്മതമില്ലെന്ന് അച്ഛന്മാർ നിലപാടെടുത്തിരിക്കുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ഈ മതാധ്യാപകൻ അദ്ദേഹം പാരിഷ് കൗൺസിൽ അംഗം കൂടി ആയപ്പോൾ വികാരിയച്ഛൻ്റെ ഒരു മീറ്റിങ്ങിൽ, അതിനു മുമ്പ് വികാരിച്ചനെ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. പക്ഷെ വികാരിച്ചൻ ഏകീകൃത കുർബാനയ്ക്ക്, സഭയുടെ കുർബാനയ്ക്ക് എതിരാണ്. അങ്ങനെ അച്ഛൻ ഈ മതാധ്യാപകനും പാരിഷ് കൗൺസിൽ അംഗവും പല പ്രാവശ്യം നേരിട്ട് പോയി പറഞ്ഞിട്ടും വികാരിച്ചൻ കൂട്ടാക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഈ പാരിഷ് കൗൺസിൽ ഈ വിഷയം എടുത്തിട്ടു. അപ്പൊ വികാരിച്ചൻ പറഞ്ഞു എല്ലാ മെത്രാന്മാരും നുണ പറയുകയാണ്. പാരിഷ് കൗൺസിൽ അച്ഛൻ പറഞ്ഞതാണ് വികാരിച്ചൻ. അപ്പൊ ഈ മതാധ്യാപകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഒരു മെത്രാനോ 2 മെത്രാനോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം, അല്ലെങ്കിൽ വിച്ഛേദിക്കാം. എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ആരെങ്കിലും വിച്ഛേദിക്കുകയോ അത് സത്യമാകുമോ? എല്ലാ മെത്രാന്മാരും കൂടി ഒരുമിച്ച് പല പ്രാവശ്യം നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പം അദ്ദേഹത്തിന്റെ പത്തി താഴ്ന്നു വികാരിയച്ഛന്റെ. എന്നിട്ട് ഈ മതാധ്യാപകൻ തക്സ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ തക്സയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ കുർബാന ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്. അത് കാണിച്ചു കൊടുത്തു. ഉടനെ വികാരിച്ചൻ പറഞ്ഞു അത് മാനിപ്പുലേറ്റഡ് ആണ്. അത് മാർപ്പാപ്പ അറിഞ്ഞിട്ടൊന്നുമല്ല, മാർപ്പാപ്പ അറിയാതെ എഴുതി വെച്ചിരിക്കുന്നതാണ്, മാനിപ്പുലേറ്റഡ് ആണ്. അപ്പൊ ഈ മതാധ്യാപകനും മറ്റു ചില ആളുകളും എഴുന്നേറ്റ് ചോദിച്ചു, കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന അച്ഛൻ കത്തോലിക്കനാണ്? കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നല്ല ഈ അച്ഛൻ പറയുന്നത്. അത് ഒരു വികാരിയച്ഛനോ കത്തോലിക്ക വൈദികനോ ചേർന്നതാണോ? അങ്ങനെ ചർച്ചകളൊക്കെ പോയി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എപ്പോഴും ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായില്ല. ആ ഇടയ്ക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം വന്നത്. വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയയിലാണല്ലോ, എല്ലാവർക്കും കാണാം, കേൾക്കാം. അപ്പോൾ ഈ പാരിഷ് കൗൺസിൽ ഈ മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം വന്ന് കഴിഞ്ഞിട്ടുള്ള പാരിഷ് കൗൺസിലിൽ ഈ മതാധ്യാപകനും വേറെ 2 പേരും കൂടി ചേർന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഈ വികാരിച്ചൻ പറഞ്ഞു അത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇങ്ങനെ നമ്മൾ ഈ എറണാകുളത്തെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ മതാധ്യാപകൻ പറഞ്ഞു അത് മെത്രാൻ സിനഡ് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടാണ് എന്നാണല്ലോ ഞങ്ങളോട് മെത്രാനച്ചൻ പറഞ്ഞത്. അത് മെത്രാൻ സിനഡ്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശം ഇറക്കിയത് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ആവശ്യപ്പെട്ടിട്ടാണ് എന്നാണ് ഞങ്ങളോട് മെത്രാൻ പറഞ്ഞത്. അപ്പൊ വികാരിച്ചൻ മിണ്ടാതായി, അദ്ദേഹത്തിന് ഉത്തരമില്ല. ഇങ്ങനെ തന്നെ മെത്രാൻസ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ പിന്നെ പറയാൻ വാക്കുകളില്ല. അപ്പോൾ പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇടവക ജനങ്ങളിൽ ഭൂരിപക്ഷം പറഞ്ഞാൽ ഞാൻ ഏകീകൃത കുർബാന ചൊല്ലാം. നിങ്ങൾ ഇടവക ജനങ്ങൾ ബഹുഭൂരിപക്ഷം പറഞ്ഞാൽ ഞാൻ ഏകീകൃത കുർബാന ചൊല്ലാം. അപ്പോൾ ഈ മതാധ്യാപകന്റെ നേതൃത്വത്തിൽ അവർ മെത്രാൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, വികാരിച്ചൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ഇടവക ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ
അദ്ദേഹം ഏകീകൃത കുർബാന ചൊല്ലാം. അതായത് ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ തീരുമാനം വേണം എന്നാണ് ഈ വികാരിച്ചൻ പറയുന്നത്. അദ്ദേഹം ഈ എറണാകുളത്ത് നടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിലായിരിക്കണം സംസാരിച്ചത്. അപ്പോൾ മെത്രാനച്ചൻ ഒരു വിളിച്ചിട്ട് മെത്രാനച്ചൻ പറഞ്ഞു, വികാരിച്ചന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഈ ജനങ്ങൾ മെത്രാനച്ചനെ വിളിച്ചു. മെത്രാനച്ചൻ ഫോൺ എടുത്തു. മെത്രാനച്ചൻ പറഞ്ഞു, ആ ഫോൺ വികാരിച്ചന് കൊടുക്കും. വികാരിച്ചൻ ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ മെത്രാനച്ചൻ ചോദിച്ചു, ഈ ഇടവക ജനങ്ങളാണോ അച്ഛന് പട്ടം നൽകിയത്, അതോ മെത്രാനായിരിക്കുന്ന ഞാനാണ്? ഇടവക ജനങ്ങളാണോ അച്ഛന് പട്ടം നൽകിയത്, അതോ മെത്രാനായിരിക്കുന്ന ഞാനാണോ അച്ഛന് തിരുപ്പട്ടം നൽകിയത്? ഈ ഇടവക ജനങ്ങളാണോ അച്ഛനൊരു ട്രാൻസ്ഫർ, ഒരു മറ്റൊരു പള്ളിക്ക് ട്രാൻസ്ഫർ നൽകുന്നത്, അതോ മെത്രാനായിരിക്കുന്ന ഞാനാണ്? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വികാരിച്ചൻ ആകെ എന്താ പറയുക, വെട്ടിയാൽ ചോരയില്ലാത്ത മട്ടിൽ വളരെ വെളുത്തു. ഇടവക ജനങ്ങളാണോ അച്ഛൻ ട്രാൻസ്ഫർ നൽകുന്നത്, അതോ മെത്രാനച്ചനായി ഞാനാണോ? ഇടവക ജനങ്ങളാണോ അച്ഛന് പട്ടം നൽകിയത്, മെത്രാനയക്കുന്നത് ഞാനാണോ? അപ്പോൾ ഞാൻ പറയുന്നത് അച്ഛൻ അനുസരിക്കണ്ടേ? ഇടവക ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞാലേ അനുസരിക്കൂ എന്ന് പറഞ്ഞത് ശരിയാണോ? ലിറ്റർജിയുടെ കാര്യത്തിൽ ജനങ്ങളാണോ തീരുമാനിക്കുന്നത്? ലിറ്റർജിയുടെ കാര്യത്തിൽ ദൈവജനമാണോ തീരുമാനിക്കുന്നത്? അത് ലിറ്റർജിയുടെ കാര്യം തീരുമാനിക്കുന്നത് മെത്രാനാണ്, മെത്രാൻ സിനഡാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഏകീകൃത കുർബാന ചൊല്ലിത്തുടങ്ങി. ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്. സത്യം ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര്, അവർക്ക് സത്യം അറിഞ്ഞുകൂടെ? സത്യം അറിയാം, ബഹുഭൂരിപക്ഷം സത്യം അറിയാം. അതായത് ഇതാണ് മെത്രാൻ സിനഡ് അംഗീകരിച്ച കുർബാന, അത് ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ചതാണ്. മെത്രാന്മാരെല്ലാവരും 99 മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മെത്രാൻ സിനഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു കുർബാനയെ പറ്റൂ, ഇല്ലിസിറ്റ് കുർബാന പറ്റില്ല, ലിറ്റർജിക്കൽ വേരിയന്റ് പറ്റില്ല, ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാം. പക്ഷെ അവർ സത്യം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അവര് പരിശുദ്ധാത്മാവിനെതിരായ പാപമല്ലേ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെതിരായ പാപമല്ലേ ചെയ്യുന്നത്? ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കപ്പെടാൻ പ്രയാസമുള്ള പാപമല്ലേ അത്? സത്യം അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത്. ഇതല്ല എറണാകുളത്ത് വൈദികരിൽ ബഹുഭൂരിപക്ഷവും മുന്നേറ്റക്കാരിൽ കുറെ പേരും ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ചില ആത്മീയ പിതാക്കന്മാരെങ്കിലും പറയുന്നത്, ഇത് വെറുതെ ലിറ്റർജിയുടെയോ ആചാരത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, ഇത് ആത്മാക്കളുടെ രക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. എന്തുകൊണ്ടാ? ഇഹലോകത്തും പരലോകത്തും ഗതി പിടിക്കാത്ത തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ധിക്കാരികളായ അനുസരണക്കേടുള്ള അച്ഛന്മാര് ചെയ്യുന്നത്. അവരെ പിന്തുണയ്ക്കുകയോ അവരുമായിട്ട് സമരസപ്പെടുകയോ അവർക്ക് വേണ്ടി സമവായം ഉണ്ടാക്കുകയോ ചെയ്യുന്നവരും അവരുടെ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിൽ പങ്ക് പറ്റുന്നുണ്ടാകില്ലേ? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്, സത്യം അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. നമ്മൾ ഈ പാപത്തിൽ വീഴുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ ആ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ടവർ നടപടികൾ എടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.